നമസ്കാരം. സ്വർഗം വളരെ ചെറുതായിരിക്കും. കാരണം ഞാനതെൻ്റെ മാതാവിൻ്റെ കണ്ണുകൾ കാണാറുണ്ട്. ഇവിടെ മാതാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളുടെ ഉമ്മ, അതല്ലെങ്കിൽ അമ്മ എന്നൊക്കെ വിളിച്ച് നമ്മളുടെ വീടുകളിൽ ചെല്ലാറുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ വിളിച്ച് ചെല്ലുന്നത് അത് വലിയൊരു ഭാഗ്യമാണ്. അത് ഇന്നിപ്പോൾ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ, ചില എൻ്റെ സുഹൃത്തുക്കൾക്ക് ആ ഭാഗ്യം നഷ്ടപ്പെട്ടവരുണ്ടാകും. അപ്പം നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വിലയറിയുള്ളൂ. അപ്പം ആ ഭാഗ്യം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പരമാവധി ആ ഭാഗ്യത്തെ സ്നേഹിക്കുക. അത് പരമാവധി നമ്മൾ അവരെ സ്നേഹിക്കുക. പരമാവധി സ്നേഹത്തോടു കൂടിയുള്ള വിളികൾ, കാര്യം, സംരക്ഷണം എല്ലാം അവർക്ക് കൊടുക്കും. നമ്മുടെ കെയറിങ് അവർക്ക് കൊടുക്കും. രസകരമായ ഒരു അനുഭവം കൂടെ പങ്കുവെച്ച് നോക്കാം. ഞാൻ എൻ്റെ നാട്ടിൽ നാടകം കളിച്ച് നടക്കുന്ന കാലത്ത് വീട്ടിൽ നിന്ന് നാടകം കളിക്കാൻ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. 2 ആഴ്ചക്കാലമായി ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട്. അപ്പോൾ നാടക റിഹേഴ്സൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട് മറന്നു. അതങ്ങനെയാണ്, സ്നേഹമില്ലാണ്ടല്ല, അതങ്ങനെ ആ ഒരു ത്രില്ലിൽ പെട്ട് അങ്ങനെ നിന്നത്. ഒരു ദിവസം ഞാൻ ആ നിഷാദം എന്ന് പറയുന്ന ഒരു നാടകമാണ് ഓർമ്മയിൽ കളിക്കുന്നത്. അതിൽ ചന്ദ്രാനന്ദൻ എന്ന് പറയുന്ന ഒരു അബ്കാരി കോൺട്രാക്ടറുടെ ഒരു വേഷമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിലെനിക്കൊരു ഡയലോഗുണ്ട്. ചന്ദ്രാനന്ദന് വാക്ക് ഒന്നേ ഉള്ളൂ, ചന്ദ്രാനന്ദന് ഒരു തീരുമാനമേ ഉള്ളൂ. എൻ്റെ വാക്കുകൾ സ്ട്രക്കായി. ഞാൻ നോക്കുന്നത് എൻ്റെ ഉമ്മാനെ. ഉമ്മ നാടക ക്യാമ്പിൻ്റെ സ്റ്റെപ്പ് കയറി വരും. ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. ഇപ്പം എൻ്റെ അടുത്ത് പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടർ നിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ആകെ സ്തംഭിച്ചു. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ് പോയോ, മറന്നോ? ഡയലോഗ് മറന്നിട്ടല്ല, ഞാൻ ഉമ്മാനെ കണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഉമ്മ കയറി വന്നു. സുഖമല്ലേ മോനെ? ആ സുഖം. പുതിയൊരു സുഖം ചോദിക്കലും പുതിയൊരു സ്നേഹം ഇത് പറയും. പടി കൊള്ളുന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ കരുതി സ്നേഹത്തോടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടാണോ കലാപരിപാടി എന്നുള്ളത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ സ്നേഹത്തോട് കൂടി പെരുമാറാൻ, ആ എത്ര ദേഷ്യം ഉള്ളിലുണ്ടെങ്കിൽ, നമ്മളോട് ദേഷ്യം എന്തിനാ, നമ്മൾ നേരാവത്തുകൊണ്ടും നമ്മൾ വീടിനോട് ശ്രദ്ധയില്ല, നമ്മൾ അങ്ങനെ എന്തെങ്കിലും കൊച്ചു വികൃതികൾ കാണിച്ചാൽ അവർക്കുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളോട് ആ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റവും കാര്യങ്ങളും, അച്ഛനോ ഉപ്പാക്കോ ഒന്നും കഴിയില്ല എന്നല്ല, പക്ഷെ അവരാദ്യം അടിച്ചിട്ടേ കാര്യങ്ങൾ പറയുള്ളൂ. ഇതല്ല, ഇത് സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് അന്നൊരു ദിവസം കൊണ്ടുപോകണ്ടായി. അത് ഞാൻ നന്നായി ഓർക്കും. ലവ് യു മോം, ലവ് യു വെരി മച്ച്.